നമസ്കാരം. എമ്പുരാൻ വിവാദങ്ങൾ കെട്ടടങ്ങുന്നില്ല. 2 ദിവസം കൊണ്ട് എമ്പുരാൻ 100 കോടി നേടിയെന്ന ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരുടെ അവകാശവാദത്തെ അത്ഭുതത്തോടെ നോക്കിയിരിക്കുകയാണ് മോളിവുഡ്. അവിശ്വസനീയ കണക്കാണിതെന്നാണ് നിർമ്മാതാക്കൾ നൽകുന്ന സൂചന. നികുതി ഉൾപ്പെടെ ആഗോളതലത്തിൽ ഇതിന്റെ പകുതി പോലും കിട്ടില്ല എന്ന സൂചനകളാണ് മലയാള സിനിമയുടെ നിർമ്മാതാക്കൾ അടങ്ങുന്ന സംഘടനകളടക്കം പറയുന്നത്. കേരളത്തിൽ നിന്ന് പോലും ആദ്യ ദിനം പരമാവധി 18 കോടിയുടെ കളക്ഷൻ കിട്ടിക്കാണും. 2 ദിവസം കൊണ്ട് പരമാവധി കിട്ടുക 35 കോടി. അങ്ങനെ വന്നാൽ പോലും നികുതിയും പരസ്യ ചെലവും തിയേറ്റർ വിഹിതവും പോയാൽ 15 കോടി രൂപ മാത്രമേ നിർമ്മാതാവിന് കിട്ടുകയുള്ളൂ. കേരളത്തിലെ ബോക്സ് ഓഫീസിൽ ആദ്യ ദിനങ്ങളിൽ എമ്പുരാൻ റെക്കോർഡിട്ടുവെന്ന് ഏവരും സമ്മതിക്കുന്നുണ്ട്. പക്ഷെ അത് 100 കോടിയായി എന്ന് പറയുന്നതിൽ ചില അസ്വാഭാവികതകൾ ഉണ്ട് എന്നാണ് വിലയിരുത്തുന്നത്. എങ്ങനെയാണ് 100 കോടി കിട്ടിയത് എന്ന മോഹൻലാൽ തന്നെ വിശദീകരിക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. കഴിഞ്ഞ ദിവസമാണ് മോഹൻലാൽ അടക്കം 100 കോടി ക്ലബിലേക്ക് ചിത്രം കയറി എന്ന തരത്തിലുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റുകളെല്ലാം തന്നെ ഇട്ടത്. ഇതിന് പിന്നാലെയാണ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കാൻ ഇറങ്ങിയത് ഒരു പറ്റം സിനിമാ പ്രേമികളും അതുപോലെ തന്നെ നിരീക്ഷകരും. 225 കോടി രൂപയ്ക്ക് മുകളിലാണ് ചിത്രത്തിന്റെ മുടക്കുമുതൽ എന്നാണ് റിപ്പോർട്ടുകൾ. അതുകൊണ്ട് തന്നെ ചിത്രത്തിന് തിരക്കുണ്ട് എന്ന് വരുത്തേണ്ടത് നിർമ്മാതാക്കളെ സംബന്ധിച്ചിടത്തോളം അനിവാര്യത കൂടിയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് മോഹൻലാലിന്റെ 100 കോടി പോസ്റ്റ് എന്ന വിലയിരുത്തൽ വരുന്നത്. ഒരു സിനിമയ്ക്ക് നമ്മൾ കൊടുക്കുന്ന 150 മുതൽ 200 രൂപയും ഏതൊക്കെ രീതിയിൽ വീതം വെച്ച് പോകുന്നു എന്ന് ഈ കണക്കുകൾ പറയുന്നതാണ്. തിയേറ്റർ വിഹിതം എന്നത് സാധാരണയായി GST അടച്ചു കഴിഞ്ഞ് തിയേറ്റർ ഉടമയും ഡിസ്ട്രിബ്യൂട്ടറും തമ്മിൽ പങ്കിടുന്ന തുകയാണ്. അതായത് ബോക്സ് ഓഫീസ് കളക്ഷനിൽ നിന്ന് GST ഒഴിവാക്കിയ ശേഷമുള്ള തുക ആണ് വിഹിതമായി ഗണിക്കുന്നത്. ബോക്സ് ഓഫീസ് ഗ്രോസ് കളക്ഷൻ എന്നാൽ ഒരു സിനിമയുടെ തിയേറ്റർ കളക്ഷനിൽ മൊത്തം ലഭ്യമായ തുക, അതിൽ GST ഉൾപ്പെട്ടിരിക്കും. ഇന്ത്യയിൽ സിനിമാ ടിക്കറ്റ് GST നിരക്ക് 18% ആയിരിക്കും. നെറ്റ് കളക്ഷൻ എന്നാൽ ഗ്രോസ് കളക്ഷനിൽ നിന്ന് GST ഒഴിവാക്കിയതിനു ശേഷമുള്ള തുകയാണ്. ഒരു ചിത്രം 100 കോടി രൂപ കളക്ഷൻ നേടുകയാണെങ്കിൽ 18% GST കിഴിച്ച് 100 ഗുണം 0.18 സമം 82 കോടി ആയിരിക്കും അതിന്റെ നെറ്റ് കളക്ഷനായി വരുന്നത്. നെറ്റ് കളക്ഷനിൽ നിന്നാണ് തിയേറ്റർ ഉടമയ്ക്കും ഡിസ്ട്രിബ്യൂട്ടർക്കും വിഹിതം നൽകുന്നത്. സാധാരണ വിഹിതം 50% തിയേറ്റർ ഉടമയ്ക്കും 50% ഡിസ്ട്രിബ്യൂട്ടർക്കും. നിർമ്മാതാവിനും ആദ്യവാരങ്ങളിൽ കൂടുതൽ ഡിസ്ട്രിബ്യൂട്ടർക്ക് പോകാറുള്ളതിൽ GST നെറ്റിൽ നിന്ന് കിഴിച്ച ശേഷം ലഭിക്കുന്ന തുകയാണ് നിർമ്മാതാവിന്റെയും ഡിസ്ട്രിബ്യൂട്ടറിന്റെയും വരുമാനത്തിന്റെ അടിസ്ഥാനമാകുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ തിയേറ്ററിൽ നിന്നും 100 കോടി രൂപ കിട്ടിയാൽ 41 കോടി രൂപയായിരിക്കും നിർമ്മാതാവിന് കിട്ടുക. കേരളത്തിൽ നല്ല രീതിയിൽ 20 ദിവസമെങ്കിലും ഓടുന്ന സിനിമയ്ക്ക് മാത്രമേ 100 കോടിയുടെ കളക്ഷൻ ക്ലബിൽ കയറാൻ കഴിയുകയുള്ളൂ. കേരളത്തിലെ 730 തിയേറ്ററുകളിലാണ് എമ്പുരാൻ റിലീസ് ചെയ്തത്. ഇത്രയും തിയേറ്ററിൽ ഒരു ദിവസം എല്ലാ ഷോകളും ഹൗസ്ഫുൾ ആയാൽ 18 കോടി രൂപയായിരിക്കും നിർമ്മാതാവിന് കിട്ടാൻ പോകുന്നത്. എമ്പുരാന് രാത്രിയും പകലും എന്ന വ്യത്യാസമില്ലാതെ ഷോകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വേണമെങ്കിൽ 20 കോടിയിൽ എത്തിയേക്കും. അങ്ങനെ വന്നാൽ പോലും 40 കോടിക്ക് മുകളിൽ 2 ദിവസത്തെ ഗ്രോസ് കളക്ഷൻ കിട്ടില്ല എന്നാണ് വസ്തുത. മോഹൻലാലിന്റെ 100 കോടിയിൽ OTT വിൽപ്പനയും സാറ്റലൈറ്റ് വിൽപ്പനയും അടക്കം കടന്നു കൂടിയിട്ടുണ്ടാകാമെന്ന വിലയിരുത്തലുകളുണ്ട്. അങ്ങനെയെങ്കിലും 2 ദിവസം കൊണ്ട് 100 കോടി കിട്ടിയെന്ന് എങ്ങനെ പറയാനാകുമെന്ന് ചോദിക്കുന്നവരുമുണ്ട്. ഒരാഴ്ച മുൻപ് തന്നെ ടിക്കറ്റ് വിൽപ്പന ഓൺലൈനിൽ തുടങ്ങിയിരുന്നു. ഒരാഴ്ചയിൽ അധികമുള്ള ടിക്കറ്റ് വിറ്റുപോയി. ഇതെല്ലാം കൂട്ടിയാണ് കണക്ക് പറയുന്നതെങ്കിലും ആ 2 ദിവസം എന്നത് അസ്വാഭാവികമായി മാറുന്നതായിരിക്കും. OTTയും TV റൈറ്റ്സും എല്ലാം അതിന് മുൻപേ പോയതുമാണ്. 2 ദിവസം കൊണ്ട് ഒരിക്കലും നിർമ്മാതാവിന് വിഹിതമായി 100 കോടി കിട്ടില്ല എന്നാണ് നിർമ്മാതാക്കൾ പറയുന്നത്.